ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതൃഭൂമിയിൽ മുഖ്യമന്ത്രി ദില്ലി ചലോ എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. സൗഹൃദപക്ഷം തിങ്കളാഴ്ച ചെന്നൈയിലെ വീട്ടിൽ കാണാനെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രിയും TVK അധ്യക്ഷനുമായ വിജയെ മുൻ മുഖ്യമന്ത്രിയും DMK പ്രസിഡന്റുമായ MK സ്റ്റാലിൻ സ്വീകരിച്ച് കൈപിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ചിത്രം കൂടി മാതൃഭൂമി ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമുക്ക് മുഖ്യമന്ത്രിയായിട്ടില്ല, പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ ഇന്ന് ആയേക്കാം. മുഖ്യമന്ത്രിക്ക് മുമ്പേ പ്രതിപക്ഷ നേതാവ് വരുന്ന മട്ടാണ് കേരളത്തിൽ. ഇവിടെ മുഖ്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവുമായി അവരുടെ സത്യപ്രതിജ്ഞയും കടന്നു, അവരുടെ നിയമസഭയിലെ സത്യപ്രതിജ്ഞയും കടന്നു. ഇന്നലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ, അതായത് ഉദയനിധി സ്റ്റാലിന്റെ വീട്ടിലെത്തി സ്റ്റാലിന്റെ കൈയും പിടിച്ചു പോകുന്ന പടമാണ്. നമ്മളിവിടെ മുഖ്യമന്ത്രിയായില്ല, പ്രതിപക്ഷ നേതാവും ആയില്ല, സത്യപ്രതിജ്ഞയായില്ല. ഇത് ആരാകും എന്താകും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുമായിട്ടില്ല. നമുക്കപ്പം TV പ്രസാദ് കൂടി ചേരുന്നുണ്ട്. TV പ്രസാദ്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇനി അസം മാത്രമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ബാക്കിയുള്ളത്. അത് 12-ാം തീയതി സത്യപ്രതിജ്ഞ എന്ന് പറയുന്നു. 13-ാം തീയതി മറ്റുമാണ് പുതുച്ചേരിയിലെ രംഗസ്വാമിയുടെ സത്യപ്രതിജ്ഞ. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് 102 പേരുടെ പിന്തുണയുണ്ടായിട്ടും UDF മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വല്ലാത്ത നാണക്കേടായിട്ട് മാറിയിട്ടുണ്ട്. UDF നേതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ആരെന്നറിയാനല്ലേ ഞങ്ങളും അതാ കാത്തിരിക്കുന്നത് എന്ന മട്ടിലാണ്. പാവം കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ പ്രതികരണം, ഈ ക്ഷമ ഈ നേതാക്കൾ പരീക്ഷിക്കുകയാണോ? ഇനിയും വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകില്ലേ? നേതാക്കൾക്ക് വേണ്ടി വീണ്ടും അണികൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? ഒരു വല്ലാത്ത പ്രതിസന്ധി, ഒരു ഭരണ പ്രതിസന്ധിയൊക്കെ രൂപപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. TV പ്രസാദ്, അസാധാരണമായ സാഹചര്യമാണോ സംസ്ഥാനത്ത്? TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. പുറത്ത് പ്രവർത്തകരെല്ലാം ഇപ്പോൾ ശാന്തരാണ്. അവർ ഫ്ലക്സ് ബോർഡ് വയ്ക്കുന്നില്ല, അവർ പ്രതിഷേധ പ്രകടനത്തിന് ഇറങ്ങുന്നില്ല. പക്ഷെ ഒരു വലിയ കടലിരമ്പം പോലെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് വളരെ പെട്ടെന്ന് ഇന്നലെ മുൻ PCC അധ്യക്ഷന്മാരെയും അതുപോലെ തന്നെ KPCC ഉപാധ്യക്ഷന്മാരെയും എല്ലാം വർക്കിംഗ് പ്രസിഡന്റുമാരെയെല്ലാം ഡൽഹിയിലേക്ക് വിളിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. നേതാക്കളെ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അത് പറയിപ്പിച്ചു. ഇനി ആരും പ്രതിഷേധിക്കാൻ വരരുത്, ഞങ്ങൾക്ക് വേണ്ടി ആരും ഫ്ലക്സ് ബോർഡ് വെക്കരുത് എന്ന് നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞതോടുകൂടി അണികൾ ഒന്നടങ്ങി. പക്ഷെ അവിടെ കോൺഗ്രസ് നേതൃത്വത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, ഉരുണ്ടുകൂടുന്നു എന്ന കാര്യം വ്യക്തവുമാണ് അരുൺ. കാരണം ഒരുപക്ഷെ KC വേണുഗോപാലിനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ വലിയ പ്രതിഷേധം ഇനിയും നേതൃത്വത്തിനെതിരെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ VD സതീശനെ ആക്കുകയാണെങ്കിൽ പാർട്ടിയിലുള്ള വലിയൊരു വിഭാഗം നേതാക്കൾ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ ആര് മുഖ്യമന്ത്രി ആയാലും ഒരു ശക്തമായ പ്രതിഷേധം കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളിലേക്ക് തന്നെയാണ് പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, വലിയ ആവേശത്തോടെ 102 സീറ്റുകളുമായി അധികാരത്തിൽ വന്നു. ഇത്ര ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തത് കോൺഗ്രസിനും UDF വോട്ട് കൊടുത്തവർക്കിടയിൽ വലിയ സങ്കടമുണ്ടാക്കിയിട്ടുണ്ട്, നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ അടികൂടുന്നത് എന്ന്. കാരണം ഈ ഒരു കാര്യം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന് പരിചിതമില്ലാത്തതാണ്. സംഘടന എന്ന രീതിയിൽ CPIM-ഉം LDF സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമ്മളെല്ലാവരും കണ്ടത്. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ചൊരു ചർച്ചയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ അടി തുടങ്ങി എന്ന രീതിയിലായി പ്രചാരണം. എന്തായാലും അരുൺ, ഒരുപാട് കാര്യങ്ങൾ UDF സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ ആര് തെരഞ്ഞെടുത്താലും ശക്തമായ ഇത്തരം പ്രശ്നങ്ങളെ കോൺഗ്രസും UDF അഭിമുഖീകരിക്കേണ്ടി വരും എന്ന സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നോ നാളെയോ ഒരുപക്ഷെ പ്രഖ്യാപനമുണ്ടായേക്കാം. പ്രഖ്യാപനമുണ്ടായാലും ചിലത് നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. അത് പ്രതീക്ഷിക്കുന്നുമുണ്ട് അരുൺ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CM റേസിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. അണിയറയിലും നീക്കങ്ങളൊക്കെ വളരെ സജീവമാണ്. വളരെ വിശാലമായ ഒരു ഭൂരിപക്ഷം കിട്ടി. ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ 8ാമത്തെ നാളിലും കഴിയാതെ പോകുന്നത് കഴിവുകേടാണ് എന്നാണ് ഇപ്പോൾ ഘടകകക്ഷികൾ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. ജനം മുഖത്തടിക്കും എന്നാണ് ഇന്നലെ മുസ്ലിം ലീഗിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് നമുക്ക് ബൈറ്റ് നൽകിയത്. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. വിശദമായി തന്നെ ഈ വാർത്തകൾ നമ്മൾ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ആ വാർത്തകളെല്ലാം പ്രേക്ഷകരിലേക്ക് ആദ്യം തന്നെ എത്തിക്കാം.